ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാലക്കാട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാംഗ്ലൂർ പോകുകയാണ്. അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് നമുക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിന് പാലക്കാട്ടിൽ നിന്നാണ്. അപ്പോൾ ട്രെയിനിക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളെ പ്ലാറ്റ്ഫോം 4 അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ വന്ന് നമ്മൾ ട്രെയിനിൽ കയറിയിരുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. എവിടെ എത്തില്ലേ ഇപ്പോൾ? അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനി അങ്ങനെ നേരെ പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ തന്നെ നാത്തൂൻ്റെ മാപ്പിളയും മോനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടി ഇട്ട് അപ്പോൾ അങ്ങനെ ഇവിടുന്ന് അങ്ങനെ ഓല റൂമൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പോണത്. അപ്പോൾ നാളെയാണ് ഫങ്ഷന്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചയാണത്. നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിക്കണേ. അപ്പോൾ കുറച്ച് ആൾക്കാരായിട്ട് അങ്ങനെ പോകുമായിരുന്നു. അങ്ങോട്ട് പിന്നെ ഓരവിടെ ആക്കിയങ്ങാണ്ട് പിന്നെ ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ ഓരോ ഇറക്കിയിട്ട് വരുന്നവരെ ഞങ്ങൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ രാവിലെ ബാംഗ്ലൂരത്തെ ഒരു മോർണിംഗ് വൈബാണിത്. അപ്പോൾ മോർണിംഗത്തെ ഒരു കാഴ്ച അതുപോലെ ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ അടുത്തുള്ള അതിൻ്റെ പുറത്തുള്ളൊരു കാഴ്ചയാണിത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫങ്ഷന് പോകാൻ അങ്ങനെ റെഡിയായി. അപ്പോൾ ഒരു മണിക്കൊക്കെയാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയത്തിലാണ് ഫങ്ഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ റെഡി ആവണം. ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയി കഴിഞ്ഞ് അങ്ങനെയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ ഉമ്മാൻ്റെയും മോൻ്റെ ഒരു ഫോട്ടോഷൂട്ട്, പിന്നെ ഓരോരു ഫാമിലി ഫുള്ളായിട്ടുള്ള എളിയാക്കിമാടെ വേണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഗിഫ്റ്റുകളും നമ്പറുകളൊക്കെ എടുത്ത് നമ്മൾ താഴത്തേക്ക് വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനും അവനെ പിടിച്ച് ഞങ്ങളൊരു വീഡിയോ എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ താഴത്തേക്ക് ഇനി വണ്ടിക്ക് പോകാൻ നിൽക്കണം. അപ്പോൾ പപ്പാനോടും ഉമ്മമാനോടൊക്കെ സലാം പറഞ്ഞ് അങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടി കയറി. അപ്പോൾ ഇവിടുന്ന് ഒരു 24 കിലോമീറ്ററുണ്ട് ഓഡിറ്റോറിയത്തേക്ക്. അപ്പം ഇനി നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. പിന്നെ നമ്മളങ്ങനെ അകത്തേക്ക് വന്ന് അപ്പോൾ ഇവിടെ ഹാമറുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് അവിടെ വീഡിയോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഓഡിറ്റോറിയം. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇതിൽ ഞാനൊക്കെ കൊടുത്തിരിക്കണം. പിന്നെ ബ്രേസ്ലെറ്റും ഒക്കെ കിട്ടിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഫുൾ വീഡിയോസൊന്നും കിട്ടിയില്ല. കുറച്ച് പോർഷൻസുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിൽ ആഡ് ആക്കിയിരിക്കണം. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണ ഹാളിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് രക്ഷയുണ്ടായില്ല. കാരണം നമ്മൾ വിചാരിച്ചിരുന്നു ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ ഫുഡൊന്നും വലിയ ടേസ്റ്റും കാര്യമൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഫുഡ് ഒരു രക്ഷയില്ല. നല്ലൊരു അടിപൊളി ഫുഡായിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അതൊന്നല്ല അയാൾ തുറന്നോക്കെ എന്താ നോക്കാം നല്ല രസം
അയ്യ അതൊരു ഇറച്ചിന്റെ ഇതാണ്. ഇത് നോക്ക് തുറന്ന് നോക്ക്. മുട്ടായി ഇത് ആ ജീരക മുട്ടായിയും കാര്യങ്ങളും തിന്നോക്ക് പെണ്ണേര് പൊട്ട് അല്ലേ ഇപ്പൊ പോരെ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ പോകുന്ന വണ്ടി പിന്നെ ഓർക്ക് ഫോട്ടോഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് ചെറുക്കനും പെണ്ണിനും വേണം പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി അടുത്ത ഊബർ വിളിച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഊബറിന് ബുക്ക് ചെയ്തിരിക്കണ്. അപ്പം ഇനി അത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ റൂമിലെത്തി. പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോള് ഫ്ലൈറ്റിനാണ് അവൾ തിരിച്ച് പോണത്. അവൾക്ക് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് അവൾ അന്ന് രാത്രി തന്നെ അവൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിന് അവൾ എയർപോർട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ്. അതാണ് ഇപ്പാത്ത ടെർമിനൽ 1. ഇത് പഴയതാണെന്നോ. അല്ലാതെ ബിരിയാണിയാണ് നമ്മളെ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ നമുക്ക് മോർണിംഗ് 6:30 ട്രെയിന്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മളിപ്പോൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.